നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. യൂറോ കപ്പിലെ ഗ്രൂപ്പ് എയിലെ രണ്ടാം മത്സരത്തിൽ കടുത്ത പോരാട്ടത്തിനൊടുവിൽ ഹംഗറിയെ സ്വിറ്റ്സർലൻഡ് 3-1 തകർത്തിരിക്കുന്നു. ആദ്യ പകുതിയിൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് സ്വിറ്റ്സർലൻഡ് മുന്നിലെത്തിയതാണ്. പക്ഷേ രണ്ടാം പകുതിയിൽ ഹംഗറി നടത്തിയ പോരാട്ട വീര്യത്തിന് കൈയടിക്കണം. അവരൊരു ഗോള് മടക്കിയടിക്കുകയും ചെയ്തു. പക്ഷേ അവസാന ഘട്ടത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് 3-1 വിജയം സ്വിറ്റ്സർലൻഡ് ഒടുവിൽ സ്വന്തമാക്കുകയായിരുന്നു. മത്സരത്തിൽ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഹംഗറിക്ക് വേണ്ടി ബർണബാസ് ബർഗയും അതുപോലെ സബോസ്ലായും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയതെങ്കിൽ മറുഭാഗത്ത് വർഗസും പിന്നെ കോദോ ദുഹായും അതുപോലെ മൈക്കൽ അബേഷിറും എല്ലാവരും ഒരുമിച്ചാണ്, ഗ്രാനിറ്റ് സാക്കയും ഒക്കെ ഒരുമിച്ചാണ് സ്വിറ്റ്സർലൻഡിനായിട്ട് ഇറങ്ങിയത്. കളിയുടെ 12ാമത്തെ മിനിറ്റിൽ തന്നെ കോദോ ദുഹായിലൂടെ സ്വിറ്റ്സർലൻഡ് ലീഡെടുത്തിരുന്നു. പിന്നെ ആദ്യ പകുതിയുടെ അവസാനത്തിൽ മൈക്കൽ അബേഷിർ കൂടി ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് സ്വിറ്റ്സർലൻഡ് മുന്നിലെത്തി. പക്ഷേ രണ്ടാം പകുതിയിൽ ഹംഗറി തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെ അവർ 66ാമത്തെ മിനിറ്റിൽ ബർണബാസ് ബർഗയിലൂടെ ഒരു ഗോൾ മടക്കിയടിച്ചു. 2-1. വീണ്ടും ആക്രമണങ്ങൾ ഇരുഭാഗത്തേക്കും ഉണ്ടായി. എന്നാൽ ഹംഗറിക്ക് ഗോൾ കണ്ടെത്താൻ കഴിയാതെ വന്നു. സ്വിറ്റ്സർലൻഡ് അവസാന നിമിഷങ്ങളിൽ ലഭിച്ച പന്തുമായിട്ട് ഓടിക്കയറുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ കണ്ടു. ഈവൻ ഗോൾ കീപ്പറെ മറികടന്ന് പോലും പോയി. പക്ഷെ വളരെ വൈഡായിട്ട് പോയതുകൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ഒരു നിമിഷമുണ്ടായി. എന്നാൽ അവസാന ഘട്ടത്തിൽ എംബോളോയിലൂടെ സ്വിറ്റ്സർലൻഡ് അവരുടെ ലീഡ് ഒരിക്കൽ കൂടി വർദ്ധിപ്പിച്ചു. 3-1 വിജയമാണ് സ്വിറ്റ്സർലൻഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി ഇപ്പോൾ ഗ്രൂപ്പ് എയിൽ എല്ലാ ടീമുകളും ഓരോ മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. ജർമ്മനിയും സ്വിറ്റ്സർലൻഡും ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച് 3 പോയിന്റുമായിട്ട് നിൽക്കുകയാണ്. ഹംഗറിക്കും സ്കോട്ട്ലൻഡിനും പോയിന്റുകളില്ല. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും